ഹലോ, ലവ്ലി ദേവികയുടെ പുതിയൊരു അടിപൊളി കഥയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സ്റ്റോറീസൊക്കെ ഇഷ്ടപ്പെടുന്നില്ലേ ദേവുവിന്റെ? അപ്പോൾ ദേവുവിനോട് ഇഷ്ടമുള്ളവരും നമ്മുടെ സ്റ്റോറീസൊക്കെ ഇഷ്ടപ്പെട്ട് നിരന്തരം കഥ കേൾക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും കൂടെ ചെയ്തേക്കണേ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്യണം കമന്റ് ബോക്സിൽ. അവിടെ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാമിന്റെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഗ്രൂപ്പ്സ്, അതും എക്സ്ക്ലൂസീവ് സ്റ്റോറീസ് ഫുൾ ഓപ്പൺ ആയിട്ട് കിട്ടുന്ന ഗ്രൂപ്പ്സിൽ മെമ്പർഷിപ്പ് എടുക്കാൻ അവസരമുണ്ട്. പിന്നെ അതും മാത്രമല്ല, നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ബട്ടണിന്റെ തൊട്ടടുത്തായിട്ടൊരു ജോയിൻ ബട്ടൺ ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും. 799 പ്ലാൻ സെലക്ട് ചെയ്യുന്നവർക്ക് ദേവുവിനെ ഒന്ന് കണ്ട് സംസാരിക്കാനുള്ള അവസരം കൂടെ ഉണ്ടാവും. അപ്പോൾ ഇതൊന്നും മിസ് ചെയ്യരുത്. നല്ല സൂപ്പർ ഇടിവെട്ട് സ്റ്റോറീസ് ടെലിഗ്രാമിലും, അതിനൊപ്പം മന്ത്ലി വൺസ് നമ്മളൊന്ന് കണ്ട് സംസാരിക്കാനുള്ള അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ മോശമാണോ? അപ്പോ അക്കാര്യം മറക്കരുത് കേട്ടോ. എന്തായാലും ഇപ്പൊ തന്നെ ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. അപ്പൊ നേരെ ഇന്നത്തെ കഥയിലേക്ക് പോയാലോ? നമ്മുടെ 90s 80s കിഡ്സിനൊക്കെ ഒരു നൊസ്റ്റാൾജിയ ഉണരുന്ന സ്റ്റോറി ആട്ടോ. എന്താന്നോ, ഇതിലെ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത് മുണ്ടും ബ്ലൗസും ആണ്. ഇപ്പൊ എല്ലാവർക്കും കത്തിയില്ലേ? അപ്പോ കിരണിന്റെ സ്റ്റോറി ഇവിടെ തുടങ്ങാം. എന്റെ പേര് കിരൺ. എന്റെ കൗമാരപ്രായത്തിൽ നടന്ന അനുഭവ ഇവിടെ പറയുന്നേ. ഇത് ഏകദേശം 94 കാലഘട്ടം. നാട്ടിലൊരു വലിയ ബിസിനസ്സുകാരന അച്ഛൻ, അമ്മ ടീച്ചർ, ഞങ്ങള് 2 മക്കൾ, ഞാനും എന്റെ ചേട്ടനും. ചേട്ടൻ ഡോക്ടറാണ് കേട്ടോ. ഇപ്പോ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു. എനിക്ക് ബിസിനസ്സിനോടാ താല്പര്യം. അതുകൊണ്ട് നാട്ടിൽ അച്ഛനെ സഹായിച്ചു നിൽക്കുക. ബികോം വരെ പഠിച്ചു. പഠിക്കാൻ ഞാൻ ചേട്ടനേക്കാളും എടുക്കനാ. പക്ഷേ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം. ആ ആഗ്രഹത്തിന് വീട്ടുകാരും സന്തോഷിച്ച് കൂടെ നിൽക്കുന്നു. ആ സമയമൊക്കെ നാട്ടിലെ കൂട്ടുകാരുടെ കൂടെ അടിച്ചു പൊളിക്കുക. മനസ്സിലാണെങ്കിൽ അരുതാത്ത ചിന്തകൾ മാത്രമേ ഉള്ളൂ. അരുതാത്തതെന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പ്രായത്തിൽ ഒരുപാടുള്ള ആ കുൽസിത ചിന്തകളൊക്കെ. ഒന്നിനെ പേടിക്കാത്തൊരു പ്രകൃതമായിരുന്നു എനിക്ക്. ഒരു കൂസലും ഇല്ല. ഏത് കാര്യത്തിനും കൂട്ടുകാരുടെയും നാട്ടുകാരുടെയും കൂടെ കട്ടയ്ക്ക് നിൽക്കും. അതുകൊണ്ട് തന്നെ നാട്ടിലെല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടാ, പ്രത്യേകിച്ച് ആന്റിമാർക്ക്. അപ്പോ എന്നാട്ടോ എന്റെ വിളിപ്പേര്. എനിക്കെന്റെ സമപ്രായക്കാരായ പെൺപിള്ളേരെക്കാളും എപ്പോഴും ഇഷ്ടം ആന്റിമാരെ ആയിരുന്നു. ഈ ഒരു ഹീറോ പരിവേഷം ഉള്ളത് കൊണ്ട് തന്നെ എന്റെ കൂട്ടുകാരായ പെൺകുട്ടികളുടെ ഇടയിൽ എനിക്ക് അത്യാവശ്യം ഫാൻസ് ഉണ്ട്. ഞാനധികം താല്പര്യം കാണിക്കാറില്ല എന്ന് മാത്രം. എനിക്ക് ഈ മലയാള സിനിമയിലെ ബ്ലൗസും മുണ്ടുമെടുത്ത അമ്മായിമാരെ കാണുമ്പോഴാ എന്തെങ്കിലുമൊക്കെ ഫീലിങ്സ് തോന്നാറുള്ളത്. എന്റെ കൂട്ടുകാരെല്ലാം നാട്ടിലെ അമ്മായിമാരെ വായി നോക്കി നടക്കുമ്പോ ഞാൻ ആരും അറിയാതെ അവരെ പോയി സെറ്റാക്കാൻ ശ്രമിക്കും. പലതവണയും എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചീത്തവിളിയാ കിട്ടിയിട്ടുള്ളതെങ്കിലും ആരും വലിയ പ്രശ്നമാക്കിയിട്ടില്ല. അതെന്താന്ന് ചോദിച്ചാല് ഞാൻ അങ്ങനെ ആ സംഭവങ്ങളൊക്കെ ഒന്ന് ഡീലാക്കാറുള്ളത്. ഈ സമയത്ത് അത്യാവശ്യം നന്നായി പഠിക്കുകയും ചെയ്യും. നല്ല മിടുക്കനായിട്ട് സ്പോർട്സിലും ഒക്കെ ആക്റ്റീവ് ആണ്. അപ്പൊ പിന്നെ പറയാനുണ്ടോ, ക്ലാസ്സിലെ പെൺകുട്ടികൾ ഫാൻസ് ആയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. കാര്യം ഞാനൊരു കൗമാരപ്രായക്കാരനായിരുന്നെങ്കിലും ശരീരം കാണാൻ നല്ല അടിപൊളിയായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ വിരിഞ്ഞിരിക്കുന്ന ശരീരം, 6 അടിയിൽ കൂടുതൽ ഉയരവും. ജിമ്മിൽ പോകുന്നത് കൊണ്ട് നല്ല സൂപ്പർ ബോഡിയാ. എനിക്ക് എന്റെ മേൽ ഇത്രയും കോൺഫിഡൻസ് തന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ബോഡി തന്നെയാ. അല്ലെങ്കിൽ ഞങ്ങൾ ആൺപിള്ളേർക്ക് നല്ല ഉറച്ച ബോഡി തരുന്ന ഈ കോൺഫിഡൻസ് വളരെ വലുതല്ലേ. എന്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു വേലക്കാരി ചേച്ചിയായിരുന്നു ശാരദ. ശരിക്കും പറഞ്ഞാല് ഞാൻ കൈനീട്ടം വെച്ച് ദക്ഷിണ കൊടുത്ത് എന്റെ പരിപാടികൾ തുടങ്ങുന്നത് ശാരദയിൽ നിന്നാ. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം എന്നും രാവിലെയും രാത്രിയും ഒന്ന് വിട്ടാണ് കിടക്കാറുള്ളതും. കൂടുതലും അത്യാവശ്യം നമ്മുടെ പഴയകാല സിനിമകളൊക്കെയാണ് കാണാറുള്ളത് കേട്ടോ. അതില് വികാരം തുളുമ്പി നിൽക്കുന്ന ഓരോ സീൻസും മനസ്സിൽ കൊണ്ടു നടക്കുന്ന സമയം. ഒരു ദിവസം കോളേജ് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോ വീട്ടിലതാ പുതിയൊരാള് വന്നിരിക്കുന്നു. പേര് ശാരദ, വേലക്കാരിയാ. അമ്മയാ എനിക്ക് പരിചയപ്പെടുത്തി തന്നെ. എനിക്ക് അവളെ കണ്ടത് ഇഷ്ടായി. നിറം, 5.5 അടി ഉയരമുണ്ട്. വയസ്സേതാണ്ട് ഒരു 44-46 മടിക്ക്.
പിന്നെ ഒരു കറുപ്പ് ബ്ലൗസും വെള്ള മുണ്ടുവാ വേഷം. എനിക്കത് കണ്ടപ്പോ തന്നെ അവിടെ ഇവിടെയായി എന്തൊക്കെയോ തോന്നലുകൾ ഉണരാൻ തുടങ്ങി. പുള്ളിക്കാരിയെ കണ്ടു കഴിഞ്ഞാല് അത്യാവശ്യം നല്ല ഒതുക്കമുള്ള ശരീരമല്ല, കുറച്ച് തടിയുണ്ട്. അതും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നന്നായി ബോധിച്ചു. ആരെയും കൊതിപ്പിക്കുന്ന നോട്ടവും നല്ല ഐശ്വര്യമുള്ള മുഖവും മൊത്തത്തിൽ എനിക്കങ്ങ് ഇഷ്ടായി. പക്ഷെ ആ നാട്ടിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാനറിയാത്ത ഇത്രയും നല്ലൊരു ചേച്ചിയോ, അതായിരുന്നു എന്റെ മനസ്സിൽ. ചേച്ചിയെ ഞാൻ നാട്ടില് കണ്ടിട്ടില്ലല്ലോ, എവിടെയാ വീട്? അപ്പോഴേക്കും എന്റെ അമ്മ കയറി ഇടപെട്ടു. മോനെ, ഇതെന്റെ വീടിനടുത്തുള്ള ചേച്ചിയാടാ. ഞാൻ അമ്മയെ കാണാൻ പോയപ്പോ പരിചയപ്പെട്ടതാ. ഇങ്ങോട്ട് വരുന്നോ എന്ന് ചോദിച്ചപ്പോ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നിന്റെ അമ്മമ്മയോട് അനുവാദം ചോദിച്ച് ഞാനൊരു സഹായത്തിന് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നു. ഓ, അപ്പൊ അങ്ങനെ വരട്ടെ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ശാരദ ഒന്നും മിണ്ടിയില്ല. ഇതൊക്കെ കേട്ട് ചെറുതായി ഒന്ന് ചിരിച്ചു. ആദ്യമായിട്ട് വീട്ടിൽ വന്നതിന്റെ ഒരു പേടിയായിരിക്കും. ശാരദ അന്ന് അമ്മയെ അടുക്കളയിൽ സഹായിച്ചു നിന്നു. പുറത്തേക്കൊന്നും അധികം വന്നില്ല. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് അന്ന് രാത്രി ഭക്ഷണം കഴിച്ചേ. അമ്മയാ ശാരദയ്ക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിരുന്നത്. അമ്മയ്ക്ക് ശാരദയെ ഒത്തിരി ഇഷ്ടമായെന്ന് എനിക്ക് മനസ്സിലായി. ഒറ്റനില വീടാണ് ഞങ്ങളുടെയെങ്കിലും വീട്ടിൽ 5-6 റൂമുണ്ട്. എന്റെ റൂമിന് തൊട്ടടുത്ത റൂമിലാ ശാരദയ്ക്ക് കിടക്കാൻ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ നേരത്തെ കിടക്കും. രാവിലെ 7 മണിക്ക് തന്നെ അച്ഛനും അമ്മയും ഇറങ്ങും. ശാരദേച്ചി നാളെ നേരത്തെ എണീക്കരുത് ട്ടോ, ഇന്ന് ഒരുപാട് യാത്ര ചെയ്തതല്ലേ. ഞാൻ രാവിലെ ഫുഡാക്കിക്കോളാം. അമ്മയാണ്. അയ്യോ വേണ്ട മോളെ, ഞാൻ ആക്കിക്കോളാം. വേണ്ട വേണ്ട, നന്നായിട്ട് റെസ്റ്റ് എടുക്ക്. അച്ഛനും അത് ശരിവെച്ചു. ശാരദ മിണ്ടാതിരുന്നു. അച്ഛനും അമ്മയും റൂമിലേക്ക് പോയി. ശാരദ പാത്രങ്ങൾ കഴുകി റൂമിലേക്ക് പോവാനൊരുങ്ങി. ഞാനെന്നും അത്താഴത്തിന് ശേഷം കുറച്ചു സമയം പുറത്തിരിക്കും, എന്നിട്ടാ കിടക്കാൻ പോകുന്നേ. ചേച്ചി നേരത്തെ കിടക്കുമോ? ഇല്ല മോനെ, വീട്ടിൽ കിടക്കുമ്പോ 11 മണിയാവും. അതെയോ? എന്നാൽ ഇങ്ങോട്ടേ പോര്, എന്റെ കൂടെ കുറച്ചു സമയം ഇരിക്ക്. ഞാൻ കൂടുതൽ അടുക്കാൻ വേണ്ടി ഒരവസരം ഒരുക്കി. മോനെ ക്ലാസ് ഇല്ലേ? ഓ ഉണ്ട്, പക്ഷെ ഭക്ഷണം കഴിച്ചത് ഞാൻ ഉടനെ കിടക്കാറില്ല. കുറച്ചു നേരം കാറ്റുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കും, എന്നിട്ടേ കിടക്കും. ഞങ്ങൾ പരസ്പരം കുറെ സംസാരിച്ചു. ശാരദയുടെ വീട്ടിലെ പ്രശ്നങ്ങളും ഇങ്ങോട്ട് വന്ന സാഹചര്യവും പിന്നെ ഞാൻ കുറെ വിശേഷങ്ങൾ പറയുന്നതിനിടയ്ക്ക് എന്തൊക്കെയോ കോമഡി പറഞ്ഞ് ചിരിപ്പിക്കാനും ശ്രമിച്ചു. എന്റെ ചെറിയ ചളികളൊക്കെ ഏറ്റുകേട്ടോ. ആള് ചിരിക്കുന്നുണ്ടായിരുന്നു. കുലുങ്ങി കുലുങ്ങിയുള്ള ആ ചിരി കാണാൻ ഒരു രസം തന്നെയാണേ. എന്റെ മുൻപിൽ അവൾ ഇരിക്കുന്നേ, ഞാൻ അവളുടെ മുൻപിലായി നിൽക്കുന്നു. ശരിക്കും ആ തള്ളി നിൽക്കുന്നതൊക്കെ ഞാൻ ആസ്വദിച്ച് കാണുന്നുണ്ട്. എന്താ ഭംഗി! ഒരു കിടിലൻ ഐറ്റം തന്നെയാ. ഒരു പ്രത്യേക ഭംഗിയുണ്ട്. കുറച്ചു കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാളും പരസ്പരം ഗുഡ് നൈറ്റ് പറഞ്ഞു പോയി കിടന്നു. അടുത്ത ദിവസം ഞാൻ രാവിലെ ഉണർന്നു. വീട്ടിലാരുമില്ല. അച്ഛനും അമ്മയും ജോലിക്ക് പോയിട്ടുണ്ട്. ഫ്രണ്ടിലിരുന്ന് പത്രം വായിക്കുമ്പോഴേക്കും ശാരദ ചായയും കൊണ്ട് വന്നു. ഒരു മഞ്ഞ ബ്ലൗസും വെള്ള മുണ്ടുവാ വേഷം. ഞാൻ ആസ്വദിച്ച് അടിമുടി ആ കാഴ്ചയൊന്ന് കണ്ടു. മോനിപ്പോ കഴിക്കുമോ? ഇല്ല, കുളിച്ചു വരാം, എന്നിട്ട് കഴിക്കാം. അപ്പോഴേക്കും ശാരദ തിരിഞ്ഞു നടന്നു. തിരിഞ്ഞു നടക്കുമ്പോ ആ ഓളം വെട്ടിയാടുന്ന കാഴ്ച ഞാൻ അത് കണ്ട് കൊതിയിറക്കിപ്പോയി. ഒരു കുളിയും കഴിഞ്ഞ് തിരിച്ചു വന്നു. ഫുഡ് കഴിക്ക്. അല്ല, ചേച്ചി കഴിച്ചോ? ഇല്ല, കഴിക്കാം, മോനിപ്പോ കഴിക്ക്. ഞാൻ അപ്പോഴേക്കും ശാരദയെ എന്റെ അടുത്തുള്ള ചെയറിലിരുത്തി. ചേച്ചിയും കൂടി ഇരിക്ക്, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കളിച്ചിരിയോടെ ഫുഡ് കഴിച്ചു. സമയമായോണ്ട് ഞാൻ പെട്ടെന്ന് കോളേജിലേക്ക് ഇറങ്ങി. കോളേജിൽ ഇരിക്കുമ്പോഴൊക്കെ എന്റെ മനസ്സ് മുഴുവൻ ശാരദയുടെ മുണ്ടും ബ്ലൗസുവാ. വൈകുന്നേരം എങ്ങനെയും വീട്ടിലെത്തണം എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. ഞാൻ വൈകിട്ടെത്തുമ്പോഴേക്കും അമ്മ വന്നിട്ടുണ്ട്. മുൻവശത്തെ ചെടികൾക്ക് വെള്ളം നനയ്ക്കുന്ന ശാരദ എന്നെ കണ്ടതും ചിരിച്ചു. ആഹാ, ഇന്ന് ഹാപ്പിയാണല്ലോ. ഞങ്ങളെയും ഞങ്ങളുടെ വീടൊക്കെ ഇഷ്ടായോ? ഇഷ്ടായി മോനെ, ഒരു സമാധാനമുണ്ട്. ദേ, എന്തുണ്ടേലും ചേച്ചി എന്നോട് പറയണം കേട്ടോ, നമ്മളിനി ഒരേ കുടുംബമാണ്. അപ്പോഴേക്കും ഒരു ചിരിയിൽ പുള്ളിക്കാരി മറുപടി ഒരുക്കി.
മോൻ വല്ലതും കഴിക്ക്. ഞാൻ പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ ആർത്തിയോടെ കഴിച്ചു. മോൻ ഈ സമയത്ത് നന്നായി കഴിക്കുമല്ലേ? ഇനി വരുമ്പോൾ ഞാൻ കൂടുതൽ ഉണ്ടാക്കി വെക്കാട്ടോ. ആ, ചേച്ചി അധികം എണ്ണയില്ലാത്തത് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഞാൻ ജിമ്മ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എണ്ണ കുറയ്ക്കണം. ഓ ശരി മോനെ. വീടിന്റെ ബാക്കിലെ വിറക് പുരയ്ക്കടുത്താ ഞാൻ ജിമ്മ് ചെയ്യാറുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അവിടെ പോയി ഓരോന്നും ചെയ്തു തുടങ്ങി. ഞാൻ ഒരു ചെറിയ ട്രൗസറാ ധരിച്ചിട്ടുള്ളത്. കുറച്ചു നേരം കഴിയുമ്പോ ശാരദ ഒരു കുപ്പി വെള്ളവുമായി വന്നു. ആ ചേച്ചി കൊള്ളാലോ. ഞാൻ വെള്ളം കുടിക്കാനിരിക്കുമായിരുന്നു, കറക്റ്റായി വന്നു. ആ, എനിക്ക് തോന്നി മോൻ ഇതുപോലെ എന്നും ചെയ്യുമല്ലേ? നല്ലതാ. അതെ ചേച്ചി, ഇങ്ങനെ ചെയ്താലല്ലേ ശരീരത്തിന് നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാവുള്ളൂ. അതെ മോനെ, നല്ല ബലവും ശക്തിയൊക്കെ കിട്ടണം. അങ്ങനെയൊക്കെ ഇരുന്നാലല്ലേ ആൺപിള്ളേർക്ക് വിലയുണ്ടാവുള്ളൂ. ചേച്ചിയുടെ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞോ? ഇല്ല, എവിടെ പറമ്പെന്ന് വൃത്തിയാക്കണം. മോൻ ചെയ്തു കഴിയുമ്പോ പറയണേ, അന്നേരം ഞാൻ തുടങ്ങിക്കോളാം. ചേച്ചി വൃത്തിയാക്കിക്കോ, ഞാൻ ഈ സൈഡിലല്ലേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാന്നേ. ചേച്ചിയുടെ പണിയും എന്റെ വർക്കൗട്ടും ഒന്നിച്ച് നടക്കും. ശാരദ ഒന്ന് ചിരിച്ചു, എന്നിട്ട് പണി തുടങ്ങി. ഞാനതിനിടയിൽ വർക്കൗട്ടും ചെയ്തു തുടങ്ങി. പണിയെടുക്കുമ്പോഴേക്കും ശാരദ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അനങ്ങുന്നതും നടക്കുന്നതും തിരിയുന്നതുമൊക്കെ നോക്കിക്കൊണ്ടേയിരുന്നു ഞാൻ. ഓരോ ശരീരഭാഗത്തിന്റെയും അളവെടുക്കുന്നത് പോലെയായിരുന്നു എന്റെ നോട്ടം. ഞാൻ ഓരോന്ന് നോക്കി അതൊന്നും അറിയാത്ത പോലെ ശാരദയോട് സംസാരിക്കും. ഞാനിതൊക്കെ നോക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്നോട് ശാരദ നോർമലായി സംസാരിക്കും തിരിച്ചും. അങ്ങനെ അന്നത്തെ ദിവസമെല്ലാം കടന്നുപോയി. ഒരു ഫാം തുടങ്ങണമെന്നൊക്കെയാ ഞാൻ അച്ഛനോട് പറഞ്ഞിരിക്കുന്നേ. മോനെ, അതിനുള്ള ചുറ്റുപാടൊക്കെ ഇപ്പൊ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഉടനെ തന്നെ ചെയ്തേക്കാം. എന്താ? ഓ അതിനെന്താ അച്ഛാ, ഞാൻ റെഡിയാ. എനിക്കൊത്തിരി സന്തോഷമായിരുന്നു ആ ദിവസം. എന്റെ ബിസിനസ്സൊക്കെ തുടങ്ങാൻ പോകുന്നു. മനസ്സ് മുഴുവനും സന്തോഷമുള്ള ദിവസം. അന്ന് ഫുഡ് കഴിച്ചിട്ട് കിടക്കാൻ നേരം ഞാൻ കുറച്ചധിക സമയം പുറത്തിരുന്നു. അപ്പോഴേക്കും ശാരദ അങ്ങോട്ടേക്ക് വന്നു. പണി തീർന്നോ ചേച്ചി? ഓ തീർന്നു മോനെ. ഒരുപാട് പണിയൊന്നും ഇല്ലല്ലോ ഇവിടെ. ഞാൻ നാട്ടിലായിരുന്നപ്പോഴേക്കും ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല, സന്തോഷവും ഇല്ല. ശാരദ അപ്പോ കഥ പറഞ്ഞു തുടങ്ങി. നാട്ടിലൊറ്റയ്ക്കായിരുന്നു. മകൾ കല്യാണം കഴിച്ച് വേറെ പോയി. ഭർത്താവ് വേറൊരു സ്ത്രീയുമായി താമസിക്കുന്നു. എന്റെ അമ്മയുടെ വീട്ടിലായിരുന്നു താമസം. അമ്മൂമ്മയുടെ മൂത്ത മോളായ എന്റെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ നിൽക്കാൻ പോയപ്പോ അമ്മ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നു. അങ്ങനെയാണ് ശാരദ ഇപ്പോ എന്റെ വീട്ടിലെത്തിയിരിക്കുന്നത്. എനിക്ക് ആ റൂട്ട് ഇപ്പോഴാ മനസ്സിലായത്. ചേച്ചി സ്വന്തം വീട് പോലെ കണ്ടാ മതി കേട്ടോ. പിന്നെ അച്ഛൻ ചേച്ചിയുടെ പേരില് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അതില് മാസാമാസം പൈസ ഇടും. ആവശ്യം വരുമ്പോ പോയി എടുക്കാം. ഞാൻ എല്ലാം പഠിപ്പിച്ചു തരാട്ടോ. അയ്യോ, എനിക്കെന്തിനാ മോനെ പൈസ? നിങ്ങളെല്ലാവരും തരുന്ന സ്നേഹം മതിയല്ലോ. കിടക്കാൻ നല്ല വീട്. മോന്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ എന്ത് സ്നേഹവാ. അവരെന്നെ നന്നായിട്ടാ നോക്കുന്നേ. അത് തന്നെ ധാരാളം. ബാങ്കിൽ പൈസ ഉള്ളത് നല്ലത് തന്നെയാ ചേച്ചി. അത് വേണ്ടെന്ന് പറയരുത്. പിന്നെ ഒരു കാര്യം, അച്ഛനും അമ്മയും മാത്രമേ സ്നേഹിക്കുന്നുള്ളോ? അപ്പൊ ഞാനോ? ശാരദ ദേഹം മൊത്തം കുലുങ്ങിയൊന്ന് ചിരിച്ചു. ഞാനത് മുഴുവൻ ആസ്വദിച്ചു. എനിക്ക് മോനെ തന്നെ അവിടെ കൂടുതൽ ഇഷ്ടം. ഉള്ളത് പറയാലോ മോനെ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ എന്നെ ഇഷ്ടാവുമെന്ന്. ഇപ്പോ അതൊക്കെ മാറി. ഇങ്ങനെ പറയണം. എനിക്കത് ഇഷ്ടായി ചേച്ചി തുറന്നു പറഞ്ഞത്. ശാരദ വന്നിട്ട് 2 ദിവസമേ ആയിട്ടുള്ളെങ്കിലും ഞങ്ങൾ നന്നായി അടുത്ത് സംസാരിച്ചു തുടങ്ങി. എനിക്കിപ്പോ ശാരദയോട് വല്ലാത്ത വികാരവും സ്നേഹവും തോന്നി തുടങ്ങിയിരുന്നു. ഞാൻ അവളോട് കുറേ സംസാരിച്ചു. എന്നിട്ട് പോയി കിടന്നുറങ്ങി. അടുത്ത ദിവസം ഞാൻ ഒത്തിരി ലേറ്റായിരുന്നു. പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡിയായി ഇറങ്ങാനായിട്ട് ഓടി വന്നു. മോൻ കഴിക്കുന്നില്ലേ? ഇല്ല ചേച്ചി, ഞാൻ പോകുക, സമയമായി. ചായയെങ്കിലും കുടിക്കും മോനെ. ശാരദയുടെ ആ പറച്ചിൽ കേട്ടപ്പോ എനിക്കെന്തോ വേഗം ഇറങ്ങി പോവാൻ തോന്നിയില്ല. ഒരു കപ്പ് ചായ വാങ്ങി ഞാൻ കുടിച്ചു. അപ്പോഴാ ശ്രദ്ധിച്ചേ, ശാരദയുടെ ബ്ലൗസിൽ അഴുക്ക് പറ്റിയിരിക്കുന്നു. ഒരു നീല നിറത്തിലെ ബ്ലൗസാ അത്. ഇതെന്താ ബ്ലൗസിൽ അഴുക്കാണല്ലോ? അത് പുറത്തെ പണിക്കിടയിൽ പറ്റിയതാ. അതെയോ? എന്തേലും പറയണമെന്നുണ്ടെങ്കിലും എനിക്ക് സമയമില്ലാത്ത കൊണ്ട് ചാടി പുറത്തിറങ്ങി
ഞാൻ വേഗം പോയി. കൂട്ടുകാരോടൊക്കെ ശാരദയെ പറ്റിയൊന്ന് സൂചിപ്പിക്കണമെന്ന് ഞാൻ മനസ്സിലോർത്തിരുന്നെങ്കിലും പറഞ്ഞില്ല. എന്തേലുമൊക്കെ ഒരു വഴിക്ക് ആയിട്ട് പറയാന്ന് വിചാരിച്ചു. പതിവ് പോലെ വൈകിട്ട് കോളേജിൽ നിന്നെത്തുമ്പോ അമ്മ പത്രം വായിച്ചിരിക്കുന്നു. ശാരദ എനിക്കൊരു ജ്യൂസ് കൊണ്ട് തന്നു. ഞാൻ കുറച്ചു സമയം ബെഡിൽ കിടന്നു. നല്ല തലവേദനയായിരുന്നു. ശാരദ ഓരോ പണി എടുക്കുന്നുണ്ട് അവിടെ. ഞാൻ നോക്കുമ്പോ രാവിലെ കണ്ട അഴുക്കായ നീല ബ്ലൗസ് മാറ്റിയിട്ടില്ല. അത് ഞാൻ ഇപ്പോഴാ ശ്രദ്ധിച്ചേ. എന്തിനാ അഴുക്കായ ബ്ലൗസ് ഇടുന്നേ? നാളെ രാവിലെ റെഡിയായി നിൽക്കണട്ടോ, ഒരു സ്ഥലം വരെ പോവാനുണ്ട്. അയ്യോ, ഇതെനിക്ക് കുഴപ്പമില്ല മോനെ. അതെയോ? അത് ശരി, എന്തായാലും നാളെ രാവിലെ റെഡിയായി നിൽക്കണം. ശരി മോനെ. അതെ, വീട്ടിലാരോടും അത് പറയണ്ടാട്ടോ. അതെന്താ? ചേച്ചിയെ ഞാൻ നാളെ തട്ടിക്കൊണ്ടു പോവാൻ പോവാ. ശാരദ ചിരിച്ചു. ഞാൻ വർക്കൗട്ട് തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓളി കണ്ടിട്ട് സീനും പിടിച്ചിരിക്കും. ഓരോന്ന് ആലോചിച്ച് എനിക്കിപ്പോ ശാരദയോട് വല്ലാത്ത കൊതി തോന്നി. വീട്ടിലിതുപോലെ ഒരു കിടിലൻ ഐറ്റം വന്നതുകൊണ്ട് ഇപ്പൊ ഒരു സുഖമൊക്കെ ഉണ്ട്, മനസ്സിനും ശരീരത്തിനും. പതിവ് പോലെ വർക്കൗട്ട് കഴിഞ്ഞ് പുറത്തൊക്കെ പോയി തിരിച്ചു വന്നു. അപ്പോഴേക്കും അവരെല്ലാരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ശാരദ എന്നെ കാത്തിരിക്കുമായിരുന്നു. പാവം. എനിക്ക് ഫുഡൊക്കെ വിളമ്പി എന്റെ അടുത്ത് സംസാരിച്ചിരുന്നു. അതെ, രാവിലെ ഞാൻ പറഞ്ഞ കാര്യം മറക്കല്ലേ. റെഡിയായിരിക്കണം. നമുക്ക് എങ്ങോട്ടാ പോകേണ്ടത് മോനെ? ഷോ, അതൊക്കെ ഞാൻ പിന്നെ പറയാന്ന് പറഞ്ഞില്ലേ. രാവിലെ കാണാം. ഗുഡ് നൈറ്റ് ട്ടോ. ഇതും പറഞ്ഞത് പോകുമ്പോ എന്നെ നോക്കി അത്ഭുതപ്പെട്ട് നിൽക്കുന്ന ശാരദയെ ഞാൻ കാണുന്നേ. രാവിലെയും പുള്ളിക്കാരിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഒരുങ്ങാനൊക്കെ. ഇനി ഞാൻ തമാശ പറയാണോ എന്ന് വിചാരിച്ചിട്ടാവും ചിലപ്പോ. അച്ഛനും അമ്മയും പോയല്ലോ ജോലിക്ക്. വേഗം റെഡിയായിക്കോ. എങ്ങോട്ടാ മോനെ? ഒന്ന് റെഡി ആവുന്നുണ്ടോ? ഞാൻ കുളിച്ചു വരുമ്പോഴേക്ക് ഇറങ്ങണം. പെട്ടെന്ന് ഞാൻ ചായ കുടിച്ചു പോയി കുളിച്ചു വന്നു. എന്നിട്ട് റെഡിയായിട്ട് വന്നു. ശാരദ ഒരു ബ്രൗൺ ബ്ലൗസും വെള്ളമുണ്ടുവാ വേഷം. ഒരു തോർത്തും ഇട്ടിട്ടുണ്ട്. അയ്യോ, ഈ ബ്ലൗസ് നരച്ചു. ഇത് വേണ്ട, ഇതൊക്കെ മതി മോനെ, എനിക്ക് വേറെ ഇല്ല. ഞാനപ്പോഴേക്കും പിറകുവശം പോയി നോക്കി. അവിടെ അലക്കി വെച്ചിരിക്കുന്ന ഒരു കറുപ്പ് ബ്ലൗസ് കണ്ടു. അതെടുത്ത് കൊടുത്തു. ദേ, ഇതാ നല്ലത്, ഇതിട്ടാ മതി. ശാരദ പോയി ബ്ലൗസൊക്കെ മാറ്റി വന്നു. ഞങ്ങൾ അടുത്ത ബസ്സിൽ തന്നെ കയറി ടൗണിൽ പോയി ഇറങ്ങി. ഒരു ഷോപ്പിൽ കയറി ബ്ലൗസ് തുണികൾ വാങ്ങി. അയ്യോ, എനിക്കിതൊന്നും വേണ്ട മോനെ, നമുക്ക് പോകാം. ഇതൊന്നും വേണ്ട. പല പ്രാവശ്യം പറയാൻ തുടങ്ങി. ചേച്ചി, ഞാൻ പറയുന്നത് കേൾക്ക്. ഒരു കാര്യമില്ലാതെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ചില കാര്യങ്ങൾ നമ്മൾ എന്തായാലും അറിഞ്ഞു ചെയ്യണം. അതിലൊന്നാ ഇത്. നമ്മളെ വീട്ടിലൊരു കുടുംബം പോലെയല്ലേ, അത് ഓർമ്മയിൽ വേണം. അത് പറഞ്ഞതിന് ശേഷം ശാരദ ഒന്നും മിണ്ടിയില്ല. ചെറുതായൊന്ന് ചിരിച്ചു. ഞാൻ തന്നെയാ ബ്ലൗസിന്റെ തുണികളെ സെലക്ട് ചെയ്തത്. അടുത്തുള്ള തയ്യൽക്കടയിൽ കൊടുത്തു. അയാൾ അവളുടെ അളവുകൾ എടുത്തു. ഒരു 10 ദിവസം കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞു. പിന്നീട് അവിടെ നിന്ന് മറ്റൊരു ഷോപ്പിൽ കയറി. അവിടെ നിന്നും ഓരോ സാധനങ്ങളൊക്കെ വാങ്ങി. അവിടുത്തെ ചേച്ചിയോട് അളവൊക്കെ പറയാൻ ശാരദയ്ക്ക് എന്താ നാണം. എന്റെ മുഖത്ത് നോക്കി ചിരിച്ചു. എന്താ ഇതൊക്കെ കണ്ടിട്ടൊരു നാണം? ഇതൊന്നും ഇടാറില്ലേ? ശാരദ നാണത്തോടെ എന്നെ നോക്കി വീണ്ടും ചിരിച്ചു. എനിക്ക് അവളുടെ ചിരി കാണുമ്പോ എന്തൊക്കെയോ തോന്നിപ്പോവുക. അയ്യോ മോനെ, ഇതൊന്നും വേണ്ടായിരുന്നു. ഒരുപാട് ഐറ്റംസ് മുമ്പിൽ കൂട്ടിവെച്ചു. ഇതില് വേണ്ടതൊക്കെ എടുക്ക്. ഏതായാലും മതി മോനെ. ഞാൻ തന്നെ സെലക്ട് ചെയ്തു. പിന്നീട് ഒരു ചെരുപ്പും വാങ്ങി പുറത്തിറങ്ങി. ചെറിയ മഴയുണ്ട്. വീട്ടിൽ വെച്ചു സാധനമൊക്കെ. അതെ, ഞാൻ ആരോടും പറയണ്ടെന്ന് പറഞ്ഞത് ഓർത്ത് ടെൻഷനുണ്ടോ? അതെ മോനെ. മോൻ എന്താ അങ്ങനെ പറഞ്ഞത്? ചില കാര്യങ്ങൾ നമ്മുടെ സ്വകാര്യമായിരിക്കണം. അതെന്തിനാ മോനെ? ഇക്കാര്യമൊക്കെ അത്ര വലിയ കാര്യമാണോ? ഓ പിന്നെ ഇല്ലേ. അമ്മ ഈ വരുന്ന ഞായറാഴ്ച ചേച്ചിയും കൂടെ ഡ്രസ്സ് വാങ്ങാൻ പോവാനിരിക്കുക. ഇപ്പൊ ഞാൻ വാങ്ങിയത് എന്റെ ഒരു സന്തോഷത്തിന് മാത്ര. അതുകൊണ്ടാ അമ്മയോടും അച്ഛനോട് ഇതൊന്നും പറയണ്ടെന്ന് പറഞ്ഞത്. മനസ്സിലായോ? ഹാ, മനസ്സിലായി. ശാരദ ഒന്ന് ചിരിച്ചു. ഞാൻ നേരെ കോളേജിലേക്ക് പോയി. അമ്മയെ അറിയുന്ന ടീച്ചർമാരുണ്ട് കോളേജില്. പോയില്ലെങ്കിൽ വലിയ പ്രശ്നാ. അവരൊക്കെ പറഞ്ഞു കൊടുക്കും.
അതുകൊണ്ട് നേരെ അങ്ങ് വിട്ടു. ആകെ തളർന്നു പോയിരുന്നു. അന്ന് വൈകിട്ട് വരുമ്പോ ഗ്രൗണ്ടിൽ കൂട്ടുകാരുടെ കൂടെ പോയി കുറച്ചധികം സമയം ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ കളിച്ചു. അന്ന് വൈകിട്ട് വരുമ്പോഴേക്കും അമ്മ എന്നെ ചീത്ത വിളിച്ചു. വല്ലതും കുടിക്ക് ചേർക്ക, മഴയത്ത് അവന്റെ ഒരു കളി. അമ്മ എനിക്ക് തലതോർത്ത് തന്നു, എന്നിട്ട് പോയി. ശാരദ അപ്പോഴേക്കും ജ്യൂസ് തന്നു. അത് കുടിച്ച് ഞാൻ വല്ലാതെ ഉറങ്ങിപ്പോയി. ഉറക്കഞ്ഞിട്ട് എണീക്കുമ്പോ അച്ഛനും അമ്മയൊക്കെ എപ്പോഴേ ഉറങ്ങി. ഞാൻ അടുക്കളയിൽ ചെന്ന് ഫുഡ് എടുക്കുമായിരുന്നു. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ശാരദ വന്നു. മോനവിടെ ഇരുന്നോ, ഞാൻ കൊണ്ടുവരാം. അയ്യോ ചേച്ചി എന്തിനാ എഴുന്നേറ്റേ? പോയി കിടന്നോളൂ, ഞാൻ കഴിച്ചോളാം. മോന് വേണ്ടി ഞാൻ ചിക്കനും മീനും ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ചൂടാക്കി കൊണ്ടുവരാം. ഇതും പറഞ്ഞ് ശാരദ എന്നെ പറഞ്ഞു വിട്ടു. ഞാൻ ആ ഫുഡ് നന്നായി കഴിച്ചു. അത്രയ്ക്ക് രുചിയുണ്ടായിരുന്നു. സൂപ്പറായിട്ടുണ്ട്. ഇഷ്ടായോ? പിന്നെ അടിപൊളി. ഇനി ഇതുപോലെ എന്നും ഉണ്ടാക്കി തരുമോ എനിക്ക്? പിന്നെന്താ, മോൻ ഇഷ്ടമാണെങ്കിൽ ഞാൻ എന്നും ഉണ്ടാക്കിത്തരാം. കുറച്ചു കഴിഞ്ഞ് വെറുതെ ഇടിവെട്ടുന്ന മഴയും നോക്കി ഇരിക്കുമായിരുന്നു ഞാൻ. ശാരദ അപ്പോഴേക്കും ചായയും കൊണ്ട് വന്നു. ഈ ചായ കുടിക്ക്. അയ്യോ ചേച്ചിയോട് ഞാനിപ്പോ ഒരു ചായ ഇട്ട് തരുമെന്ന് ചോദിക്കാൻ പോവായിരുന്നു. ശാരദ എന്റെ അടുത്തിരുന്നു. ഞാനും അവളുടെ മുഖത്തേക്ക് നോക്കി. പതിയെ പതിയെ മുഖത്ത് നല്ലാതെ മറ്റു പലയിടത്തേക്കും. മോൻ എന്നോട് എന്താ ഇത്ര അടുപ്പാവാൻ കാരണം? എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? അതോ, എനിക്ക് മോൻ ഓരോന്ന് ചെയ്യുന്നത് കാണുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നും. ഈ കരുതലൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല മോനെ. ഈ വീട്ടിൽ വന്നപ്പോ മോന്റെ അമ്മയും അച്ഛനും എന്നെ ഞെട്ടിച്ചു. മോന്റെ അടുത്ത് നിന്ന് ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചതേയില്ല. മോനും എന്നെ ആകെ ഞെട്ടിച്ചു കളഞ്ഞു. ചേച്ചി നമ്മുടെ വീട്ടിലൊരു അംഗമല്ലേ, ഇങ്ങനെയേ ഉണ്ടാവൂ. ചേച്ചി വേറൊന്നും ഓർക്കണ്ടാട്ടോ. അത് പറഞ്ഞപ്പോ ശ്യാമള മനസ്സ് നിറഞ്ഞതുപോലെ ഒരു ചിരി ചിരിച്ചു. മോൻ എല്ലാവരോടും ഇങ്ങനെയാണോ? എങ്ങനെ? ഇത്ര അടുപ്പാണോന്ന്? ഞാനൊരു കാര്യം പറയാം. ചേച്ചി ആദ്യം വീട്ടിൽ വന്നപ്പോ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കാരണം ചേച്ചി നല്ല സുന്ദരിയാ. പിന്നെ ചേച്ചിയുടെ ഈ വേഷം, ഈ മുണ്ടും ബ്ലൗസും എനിക്ക് എത്ര ഇഷ്ടമെന്നറിയാമോ? ശരിക്കും പറഞ്ഞാല് ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ഇഷ്ടം എനിക്ക് ഈ ഡ്രസ്സിനോട് തോന്നിയത് അത് ശാരദേച്ചി ഇട്ട് കണ്ടപ്പോഴാ. ഓ മോനെ, ചുമ്മാ പറയുക. അയ്യോ ചേച്ചി, സത്യം. മുണ്ടും ബ്ലൗസും ഇട്ട പെണ്ണുങ്ങളെ കാണാൻ എന്താ ഐശ്വര്യം എന്നറിയാവോ? അപ്പൊ സാരി ഉടുത്ത പെണ്ണുങ്ങളോ മോനെ? അത് ചേച്ചിക്ക് അറിയാഞ്ഞിട്ടാ. മുണ്ടും ബ്ലൗസും ഇട്ടാലേ പെണ്ണുങ്ങളുടെ സൗന്ദര്യം മുഴുവനായി നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. സാരിയില് ശരിക്കും ഒന്ന് ഓർത്തു നോക്കിയേ, സാരിയിലെ ശരീരത്തിന്റെ മുൻവശമൊക്കെ ഒരുപാട് മറച്ചു വെക്കുമല്ലേ. നമുക്കത് മുഴുവൻ ആസ്വദിക്കാൻ പറ്റില്ലല്ലോ. ശാരദയുടെ റിയാക്ഷൻ എന്താവുമെന്നറിയാൻ ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ഒരു ഞെട്ടലും ഭാവമാറ്റവും ഇല്ലാതെ ശാരദ ഇങ്ങനെ ഇരുന്നു. ചേച്ചിയെ കണ്ടത് എനിക്കിഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി. ചേച്ചിയുടെ ഓരോ കഥകൾ കേട്ടപ്പോ ഇഷ്ടം കൂടി. പിന്നെ പിന്നെ എന്റെ വീട്ടിലൊരാളെപ്പോലെ എനിക്കൊരു തോന്നൽ വന്നു. അപ്പൊ ഞാൻ കുറച്ച് സ്വാതന്ത്ര്യമെടുത്ത് പെരുമാറി, അത്രേ ഉള്ളൂ. പക്ഷെ എന്റെ നോട്ടം മുഴുവൻ എവിടെയാന്ന് ശാരദയ്ക്ക് മനസ്സിലായി. അവളെന്റെ മുഖത്ത് നോക്കി ചിരിച്ചു. മോന്റെ ഉള്ളില് എന്നോടുള്ള ഈ കൊതി എനിക്ക് മനസ്സിലായായിരുന്നു. അത് പക്ഷേ അത് മോൻ മുമ്പ് നോക്കുമ്പോഴേ എനിക്ക് മനസ്സിലായിട്ടും ഈ വയസ്സിൽ ഞാൻ എന്തു ചെയ്യാനാ മോനെ? മോന്റെ പ്രായത്തിലുള്ള നല്ല മിടുക്കി പെമ്പിള്ളേരെ കിട്ടില്ലേ? എനിക്കത് കേട്ട് ആശ്വാസം തോന്നി. ഒന്നുമില്ലെങ്കിലും ഞാൻ മനസ്സിലാലോചിച്ചതിനുവേ ശാരദ മനസ്സിലാക്കി എടുത്തു കളഞ്ഞല്ലോ. ഇനി ഞാൻ വളഞ്ഞോരോന്ന് പറഞ്ഞ് ഫലിപ്പിക്കണ്ട. നേരെ വാ നേരെ പോ. ശാരദയ്ക്ക് എല്ലാം മനസ്സിലായി. ചേച്ചിയോട് ഞാനൊരു കാര്യം പറയട്ടെ. ചേച്ചിക്ക് ഇപ്പൊ ഇതൊക്കെ മനസ്സിലായല്ലോ എന്നോർത്ത് തന്നെ എനിക്ക് സന്തോഷമുണ്ട്. ശാരദേച്ചിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണിതെങ്കില് ഞാനും മറുപടി യെസ് തന്നെ ആയിരിക്കും. പക്ഷെ ചേച്ചിയെ ഞാനൊന്നിനും നിർബന്ധിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു ചേച്ചിയെ പോലെ തന്നെ ഞാൻ കാണുന്നെങ്കിലും ഇപ്പൊ കുറച്ചു ദിവസമായി എന്റെ ഉറക്കം കളയുന്നുണ്ട് ശാരദേച്ചി. അതിന്റെ കാരണം ഞാൻ പ്രത്യേകം പറഞ്ഞു തരണ്ടല്ലോ. മോനെ, ഞാൻ എന്തു ചെയ്താലാ അതൊക്കെ ശരിയാവാ? മോനെന്നോടുള്ള സ്നേഹം എനിക്കറിയാം. മോന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാ. അത്രയ്ക്ക് ഇഷ്ടമാ മോനെ എനിക്ക്. എങ്കിലും ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എന്റെ പെണ്ണായിട്ട് ഈ വീട്ടിൽ നിൽക്കാമോ? എനിക്കിഷ്ടമുള്ളപ്പോഴൊക്കെ ഇഷ്ടമുള്ളത് ചെയ്യാൻ. പറ ചേച്ചി. ശാരദയുടെ മനസ്സിലും അത് തന്നെയായിരുന്നു എന്ന്
അവളുടെ മനസ്സ് കാണുമ്പോൾ എനിക്ക് മനസ്സിലായി. മോനെ, മോൻ എപ്പോ വേണം, എന്ത് വേണമെന്ന് മാത്രം പറഞ്ഞാ മതി. ഇപ്പൊ വേണോ? ഈ ചേച്ചി ഇപ്പൊ റെഡിയാടാ. ഇത്രയും മാത്രമേ ശാരദ പറഞ്ഞതായിട്ട് അവൾക്ക് ഓർമ്മയുള്ളൂ. പിന്നീട് അവളുടെ അടുക്കലേക്ക് ഞാൻ നീങ്ങിയിരുന്നു. ശാരദ കണ്ണടച്ച് ഞാൻ ചെയ്യുന്നതെല്ലാം ആസ്വദിച്ചു. പക്ഷേ പുറത്ത് ഇരുട്ടാണെങ്കിൽ പോലും റിസ്ക് എടുക്കാൻ ഞങ്ങൾ തയ്യാറല്ലായിരുന്നു. ഞാൻ അവളെ എന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നീ ഇന്നു മുതൽ എന്റെ പെണ്ണ, എനിക്ക് നിന്നെ എന്നും വേണം. എന്റെ മോന് ഞാൻ എന്നും തരാട്ടോ. നിന്റെ പെണ്ണായിട്ട് ഈ വീട്ടിൽ തന്നെ ജീവിക്കാം. അവളത് പറയുമ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് ചെയ്തു തുടങ്ങിപ്പോയിരുന്നു. ശരിക്കും പറഞ്ഞാല് എന്റെ ആദ്യത്തെ ആസ്വാദനം അവിടെ തുടങ്ങിയതാ. ശാരദ എന്നെ ഓരോ ദിവസവും ഓരോന്ന് വിധം പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. അവളുടെ സൗന്ദര്യം പിന്നീട് എനിക്കൊരു പെണ്ണിലും കാണാനും പറ്റിയിട്ടില്ല. എന്തോ അത്രയ്ക്ക് ഭംഗിയായിരുന്നു ആ പെണ്ണിന്. അതിനിപ്പോ എന്റെ ജീവിതത്തിലെ ആദ്യത്തെ സ്ത്രീ ശാരദ ആയതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല. പിന്നീട് അവളുടെ മുണ്ടും ബ്ലൗസും അതിനെപ്പറ്റി ആലോചിക്കുമ്പോ തന്നെ എനിക്ക് കൊതിയാവും. ഏത് കോണിലാണെങ്കിലും ഞാൻ അവളെ പറ്റിയൊന്ന് ചിന്തിച്ചാൽ ഓടി വീട്ടിലേക്ക് എത്തും. എനിക്ക് വേണ്ടി എന്നെ കാത്തിരിക്കുന്ന ഭാര്യയെ പോലെ എപ്പോഴും എല്ലാം തുറന്നു തരാൻ എന്റെ ശാരദ അവിടെ ഉണ്ടാവും. അങ്ങനെയായിരുന്നു എന്റെ ആദ്യത്തെ അനുഭവങ്ങൾ. കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബും ചെയ്തേക്കണം നമ്മുടെ ചാനൽ. ഇതിന്റെ ഫുള്ളായി കേൾക്കണമെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിലെ ആദ്യത്തെ കമന്റ് ഒന്ന് നോക്കിക്കോളൂ. എന്നിട്ട് ടെലിഗ്രാമിലെ എക്സ്ക്ലൂസീവ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി കേട്ടോ. അവിടെ ഉണ്ടാവും ശാരദയുടെയും അപ്പുവിന്റെയും ഫുൾ കഥ. അത് മാത്രല്ല, നമ്മുടെ യൂട്യൂബ് മെമ്പർഷിപ്പ് എടുക്കുന്ന കാര്യം ആരും മറക്കരുത് കേട്ടോ. അതെടുത്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് ദേവുനെ ഒന്ന് കാണാൻ പറ്റുന്നേ, ഉറപ്പാ. ഞാനല്ലേ പറയുന്നേ. അപ്പോ അടുത്ത കഥയായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ ഡിയേഴ്സ്.